എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് വലിയ ഒരു ജസ്റ്റ് അപ്പിൽ ഓപ്പണായി അതിനുശേഷം കണ്ടിന്യൂസ് ഡൗൺ. ഇപ്പോൾ ഇന്നലെ ഇതുപോലെയായിരുന്നു, അപ്പിൽ ഓപ്പണായി ഡൗൺ വന്നു. ഇന്നും അതുപോലെ ക്ലോസിംഗ് ചെയ്യുന്ന കുറച്ച് അപ്പിൽ ഓപ്പണായി ഡൗണിൽ വന്നു, പിന്നെ ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ക്ലോസ് ആയി. ബാങ്ക് നിഫ്റ്റി ഇച്ചിരി അപ്പിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കിയറിയാം, ഫ്ലാറ്റായിട്ട് ഓപ്പണിങ്ങിൽ മൈനസ് ട്രേഡായിട്ട് വൺ സൈഡ് മൂവ്മെൻ്റ് അപ്പിലോട്ട് വന്നു. അപ്പോൾ എന്നാലും വലിയൊരു മൂവ്മെൻറ്റ് പറയാനില്ല. കഴിഞ്ഞ ദിവസം മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ എല്ലാം R1 പ്രീവിയസ് ഡേ ഹൈയും CPR ലെവലുകളും എല്ലാം അടുപ്പിച്ചാണ്. അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷെയർസിനകത്തൊക്കെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ മുകളിലോട്ടുള്ളതുണ്ട്, താഴോട്ടുള്ളതുണ്ട്. നമ്മൾ സാധാരണ ഷോർട്ട് സെല്ലാണല്ലോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയർസ് 12 ഷെയറാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് ഞാൻ ഇന്ന് അധികം ടൈം മാർക്കറ്റിലായിരുന്നു. കുറച്ച് ഷെയർ നല്ല രീതിയിൽ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഷെയർ, 3-4 ഷെയർ ഞാൻ കാണിച്ചിട്ട് നമുക്ക് നാളത്തേനുള്ള ഷെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഈ തന്നിട്ടുള്ളതിനകത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ, ഇത് കണ്ടില്ലേ, ബ്രിഗേഡ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ R1 മുകളിൽ ഓപ്പണായി. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹൈ അടിച്ചിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമുക്കിവിടെ എൻട്രിയാണ്. 1300 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 1243, ഏകദേശം 57-58 രൂപ നല്ല സൂപ്പർ പ്രോഫിറ്റ് ആ ഷെയർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ഒരു ഷെയർ GK വയർ എന്ന് പറയുന്ന ഷെയർ, GK വയർ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട് പോയി. അതിനുശേഷം ഇവിടെ കട്ടാകുന്നുണ്ട്. ഇവിടെ കട്ടായി കഴിയുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ ഇവിടെ 142 എൻട്രി എടുത്താൽ നമുക്ക് ഹൈ സ്റ്റോപ്പിൽ 147 സംതിങ് ആണ് സ്റ്റോപ്പിൽ. പക്ഷേ അതിനുശേഷം വലിയ മൂവ്മെൻറ്റ് ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈമിൽ നല്ല രീതിയിൽ ഹൈ അടിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 142 ഏകദേശം 136 രൂപ പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു ഷെയർ ഇതിനകത്തുള്ളതിൽ ഒരു മുൻചാലോട്ടോ, അത് രാവിലെ ചെറിയ ചാൻസ് വന്നിട്ടുണ്ട്, ചെറിയൊരു പ്രോഫിറ്റ് കൊടുത്ത് അതിനുശേഷം തിരിച്ച് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കിയത് GK വയറാണ്. അപ്പോൾ അടുത്തത് GSLSC എന്ന് പറയുന്ന ഷെയറിനകത്ത് GSLSC, പക്ഷെ അത് ഓപ്പണായതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് അതിനകത്തൊരു ചാൻസ് കൊടുക്കുന്നത്. പക്ഷേ നല്ല ചാൻസ് കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് ഒറ്റ മൂവ്മെൻറ്റ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇവിടെ നമ്മൾ ഇറങ്ങുമ്പോൾ 229 എൻട്രി എടുത്താൽ നമുക്ക് 214 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് നമുക്ക് ആ ഷെയർ തരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, തലേദിവസം നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയറുകൾ എടുക്കുക, നല്ല വോളിയത്തിൽ മൂവ്മെൻ്റ് ആയ ഷെയറുകൾ എടുക്കുക. ഇപ്പോൾ ഏത് ഷെയർ നോക്കിയാലും അറിയാം, കഴിഞ്ഞ ദിവസം നല്ല മൂവ്മെൻറ്റ് നടത്തിയ ഷെയറാണ്. അപ്പോൾ ഇന്നത് അധികം അങ്ങനെ മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് കറക്റ്റ് ലെവലുകൾ വന്നിറങ്ങുമ്പോൾ മാത്രം ട്രേഡ് എടുക്കണം. CPR വെച്ചുള്ള ലെവലുകൾ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. പ്രീവിയസ് ഡേ ഹൈയോ പ്രീവിയസ് ഡേ ലോയോ, നമ്മൾ നോർമൽ എടുക്കുന്നത് പ്രീവിയസ് ഡേ ഹൈയോ, അതല്ല R1, R2, R3 ഏത് റേഞ്ചിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആണ് അവിടുന്ന് എൻട്രി എടുത്ത് തുടങ്ങും. പിന്നെ അതിൻ്റെ അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതികളൊക്കെയുള്ള വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയതായിട്ട് കാണുന്നവർ അത് കണ്ട് മനസ്സിലാക്കി കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങാവൂ. അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേനുള്ളത് നമ്മൾ 13 ഷെയറാണ് എടുത്തിട്ടുള്ളത്. ഈ 13 ഷെയർ എന്തായാലും നമുക്കൊരു 4-5 ഷെയർ ഈസി ആയിട്ട് നല്ലൊരു ചാൻസ് തരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ടെമ്പോ എന്ന് പറയുന്ന ഷെയർ ഇന്നലെ മൂവ്മെൻ്റ് ആയിരുന്നു, ഇന്നും 20% മൂവ്മെൻ്റ് ആണ്. ഇന്നലെ 20% ഇതായിരുന്നു, എന്നാൽ
ഇന്ന് 20% മൂവ്മെൻറ്റ് തന്നു. അത് നമ്മളിപ്പോൾ 387 ഓപ്പണിംഗ് വന്നേക്കുന്നത്, അല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. 20% അപ്പർ ലെവലിലെ സർക്യൂട്ടാണ്. ഓപ്പണിങ്ങിൽ ഈ ലെവൽ വന്ന് കിട്ടിയിട്ട് ഇപ്പം 387 ഈ ലെവൽ വന്ന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഈ ഷെയറിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. R1 ലെവലിൽ നിന്ന് താഴോട്ട് പോകണമെങ്കിൽ. അതല്ല എങ്കിൽ 400 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ലെവലുകളൊന്നും നോക്കി, ഇപ്പോൾ 402 പോയിട്ട് 400 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് 2 രൂപയുടെ റിസ്ക് എടുത്തിട്ട് 400 താഴെ ലെവലുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. VRL ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഈ ഷെയർ നാളെ ഇത് ഈ പ്രീവിയസ് ഡേ ഹൈ 625 മുകളിൽ ഓപ്പണിംഗ് പോയിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്ലോഡ് ഈ ലെവലിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. എപ്പോഴും നമുക്ക് 5% അതിന് മുകളിലോ ഉള്ള ലെവലുകളിൽ ഷെയറിൻ്റെ ഏത് റേഞ്ചാണോ ഉള്ളത്, ചിലപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ആയിരിക്കാം, ചിലപ്പോൾ R1, ഇതിലിപ്പോൾ R1 ആണുള്ളത്. അപ്പോൾ ആ ലെവലിൽ നിന്ന് അടിച്ചിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും നല്ലൊരു ചാൻസ് നമുക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ ലെവലിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിലും ചാൻസ് എടുക്കാം, പക്ഷെ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യരുത്. ജിയോജിത് ഫൈനാൻഷ്യൽ എന്ന് പറയുന്ന ഈ ഷെയർ R1 റേഞ്ച് നോക്കുക. ഈ ഹൈല അടിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ചാൻസ് എടുക്കാം. അതുപോലെ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ലാസ്റ്റ് ടൈമിലൊരു മൂവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആയിരിക്കും ആ മൂവ്മെൻറ്റ് വന്നത്. അതുകൊണ്ട് നാളെ ഓപ്പണിംഗ് ചിലപ്പോൾ ഈ റേഞ്ച് പോയെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് സെല്ലിങ് ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. അല്ലെങ്കിൽ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാം. ഷെമാരു ഈ ഷെയർ ഈ 198.49 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അത് ഈ ലെവലിൽ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യരുത്, നമ്മൾ എൻട്രി എടുത്ത് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വിടുക. അപ്പോളോ പൈപ്പ് ഈ 2 ലെവലിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ, ഏത് ലെവൽ വന്നാണോ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. JM ഫൈനാൻഷ്യൽ R1 പ്രീവിയസ് ഡേ ഹൈ ഇപ്പോൾ 120 മുകളിൽ പോയിട്ട് ഈ ലെവൽ ഇറങ്ങുവാണെങ്കിൽ അധികം കിട്ടത്തില്ല, എന്നാലും 2 രൂപ 3 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടാം. ക്വസ്റ്റ് കോർപ്പറേഷൻ R1 ലെവലിൽ നിന്ന് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഡേ ഇപ്പോൾ 850 അടിച്ചിട്ട് 840 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം, അവിടെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പോളിമെഡ് ക്ലോസിങ് 803, 491. ഇത് ഈ ലെവല് ഇതും ഏകദേശം അടുത്തടുത്താണ്. ഒരു അടുത്ത 20 റുപ്പീസ് ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഇത് ഓപ്പണിങ്ങിലൊന്നും വലിയ വോളിയം കയറുന്ന ഷെയറല്ല, പക്ഷേ ഹെവി ആയിട്ട് മൂവ്മെൻറ്റ് നടത്തും. ആ മൂവ്മെൻറ്റിൽ നമുക്ക് ഈ R1 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാൻ പറ്റും. LT ഫുഡ് എന്ന് പറയുന്ന ഈ ഷെയർ R1 വന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, നോക്കുക. KCLും പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിലോ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കെയ്ൻസ് ടെക്നോളജി നോക്കി ചെയ്യുക. കെയ്ൻസ് ടെക്നോളജി അതിൻ്റെ ആവറേജ് നോക്കി 897. ഇത് ആവറേജ് വന്നാൽ 5000-ത്തിനടുത്ത് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേ എങ്കിൽ ഇതിന് സെമി കണ്ടക്ടർ ഇത് കമ്പനി ഇടാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും മൂവ്മെൻറ്റ് അപ്പിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഓൾ ടൈം ഹൈയുടെ അടുത്ത് നിൽക്കുവാൻ്റെ ഒരു താഴോട്ടൊരു ചാൻസ് അധികമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു നോർമൽ ഒരു 10-50 അല്ലെങ്കിൽ 100 രൂപയൊക്കെ പ്രതീക്ഷിക്കാം താഴോട്ട് ലെവൽ വന്ന് ഇറങ്ങുവാണെങ്കിൽ. RK ഫോർജ് പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം അടുത്തത്. ഈ 2 ലെവലും പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും. അതല്ല എങ്കിൽ ഈ ആവറേജ് ശ്രദ്ധിക്കുക. ആവറേജിന് മുകളിൽ പോയതിന് ശേഷം ട്രേഡ് ആയിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഇത് കട്ടാകുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇത്രയാണ് ഷെയർസിനെ പറ്റിയുള്ളത്. നോക്കി നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.